അസ്സലാമലൈക്കും. ചില രക്ഷിതാക്കളുടെ അഭിപ്രായത്തെ മാനിച്ച് ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ ഭാഷകൾ കൂടിയെടുക്കാൻ നിർബന്ധിതയായിരിക്കുകയാണ്. മിക്കവാറും കുട്ടികൾക്ക് ഹിന്ദി വളരെ ടഫായ ഒരു ഭാഷയാണ്. അതുകൊണ്ട് അക്ഷരം മുതൽ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ഈ പ്ലാറ്റ്ഫോം, അതായത് പാഠശാല എന്ന പേരിൽ തന്നെയാണ് നമ്മൾ തുടങ്ങുന്നത്. നമുക്ക് ആദ്യം സ്വരങ്ങൾ തന്നെ കാണാം. സ്വന്തമായി ഉച്ചരിക്കുന്ന അക്ഷരങ്ങളെയാണ് സ്വരങ്ങൾ എന്ന് നമ്മൾ മലയാളത്തിൽ പഠിച്ചു. അതേ നിയമം തന്നെയാണ് ഇവിടെ നമുക്ക് പാലിക്കാനുള്ളത്. സ്വന്തമായി ഉച്ചരിക്കുന്ന അക്ഷരങ്ങളെ സ്വരങ്ങൾ എന്ന് പറയുന്നു. ഹിന്ദിയിലെ സ്വരങ്ങൾ നമുക്കൊന്ന് നോക്കാം. പാഠശാലയിലേക്ക് ഏവർക്കും ആർദ്രമായ സ്വാഗതം. സ്വരം. സ്വരം ആണൊക്കെ ആദ്യം നമുക്ക് ആയെന്ന് ഇങ്ങനെ തീ എഴുതുന്നത് എഴുതിയിട്ട് ഇങ്ങനെ വരിക ആ. ചില കുട്ടികളുണ്ട് ഇങ്ങനെ എഴുതുന്നുണ്ട് ആ. ഇത് തെറ്റാണ്. ഈ ഇവിടുന്ന് തൊട്ട് താഴെ, ഈ ചുരുക്ക് തൊട്ട് താഴെ കൂടെ വേണം വരാൻ. ആ. എല്ലാവർക്കും മനസ്സിലായല്ലോ? ആ. ഇനി ആ നോക്കട്ടെ. ആ. മിക്ക കുട്ടികളും അക്ഷരങ്ങൾ എഴുതുന്നതിന് മുമ്പ് വരയിട്ടു. അത് ശരിയല്ല. പകുതി വരെയുള്ള അക്ഷരങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഭായ് എന്ന് എഴുതുന്നെങ്കിൽ ഇങ്ങനല്ല ഭായ് എഴുതുന്നത്. ഭായ് എഴുതണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഇവിടെ മാത്രമേ വരയിടാവൂ. അതുപോലെ ധ ഇവിടെ മാത്രമേ വരയിടൂ. ഇങ്ങനെ വരുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വരയിട്ടാൽ അത് തെറ്റായിട്ട് മാറും. അതുകൊണ്ട് അക്ഷരങ്ങൾ എഴുതി കഴിഞ്ഞിട്ട് വേണം മുകളിൽ വര കൊടുക്കാൻ. ആ കണ്ടല്ലോ. ആദ്യം ഒരു കൊച്ചൊരു വരയിടുക, എന്നിട്ട് അതിനെ എസ് പോലെ, ഇംഗ്ലീഷിലെ എസ് പോലെ ഇങ്ങനെ എഴുതുക. കണ്ടല്ലോ. ഈ എസിന്റെ ഭാഗത്ത് താഴോട്ടെടുത്താൽ നമ്മളെ ഹിന്ദി അക്ഷരത്തിലെ ഈ ആയിട്ട് മാറും. ഈ കണ്ടല്ലോ. ഇനി ഇതുപോലെ ഈ നോക്കാം. ഒരു കൊച്ചു വരയിടുക, അതിനെ എസ് ആക്കുക, അങ്ങനെ അത് കുരുങ്ങി വരിക. ഈ വരയുടെ മുകളിൽ സി എന്ന് എഴുതിയാൽ ഈ ആയി. ഈ മലയാളത്തിൽ നമ്മൾ ഇന്ന് എഴുതുക ഈ ഇരട്ട ദീർഘമാണ് ഹിന്ദിയില് ഇവിടെ സി പോലെ ഇരിക്കുന്നത്. അപ്പൊ ഈ എഴുതി നോക്കിയ ഒരൊറ്റ വര. ഇല്ല സ്ത്രീ പോലെ എഴുതുക. ഓക്കെ. ആ ഒന്നുകൂടെ വായിക്കാം. എത്ര അക്ഷരമുണ്ട്? 6 ചില്ലുകളാണ് നമ്മള് ഇന്ന് പഠിച്ചത്. സ്വരങ്ങൾ ഇത്രയും 6 ചില്ലുകൾ സ്വരങ്ങൾ സാവധാനം എഴുതി പഠിക്കുക. ഏതായാലും നമ്മൾ പഠിക്കാൻ തുടങ്ങി. അക്ഷരങ്ങൾ വൃത്തിയായി വെടിപ്പായിട്ടും എഴുതി ശീലിച്ചാൽ ഒന്നുകൂടെ നന്നായിരിക്കും. അതുകൊണ്ട് മടി പിടിക്കാതെ, ഹിന്ദി ലളിതമായ ഭാഷയാണ്. നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കാത്ത ഒന്നുമില്ല. ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ കൈകളിലാണ് നിങ്ങളുടെ വിജയം ഇരിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കുക, എഴുതുക. ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത്രയും അക്ഷരങ്ങള് അല്ലെ സ്വരങ്ങള് എഴുതി വായിക്കുക. നമുക്കിവിടെ വെച്ച് ഇത് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങളെ കുട്ടികൾക്ക് ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ്. മനസ്സിലായില്ലെങ്കിലും മനസ്സിലായാലും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, നമുക്ക് ഇന്ന് വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അസ്സലാമു അലൈക്കും.